നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത വേവലാതികളായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പ്രമേയം. നിസ്സഹായതയുടെ നിഴലിൽ വീണ മനുഷ്യരുടെ കഥ പറയുമ്പോൾ ശ്രീനിവാസൻ എന്തെന്നില്ലാത്ത ഒരു ആർജവം കിട്ടുന്നത് നമ്മൾ കണ്ടു. കണ്ണൂരിലെ രാഷ്ട്രീയ ജീവിതം, പാട്യത്ത് വളർന്നതിൻ്റെ സൗകുമാര്യം, അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുണ്ടായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളോടൊക്കെ എന്തെന്നില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ ഈറ്റില്ലമായ കണ്ണൂരിൽ വളർന്ന ആളായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെ നിശ്ചിതമായി വിമർശിക്കാൻ ഇടം കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രത്തിലൂടെ ഈ വർത്തമാനകാലം അനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അപജയത്തെക്കുറിച്ച് പറയാൻ ശ്രീനിവാസൻ മറന്നില്ല. ശ്രീനിവാസൻ എന്ന നടൻ്റെ ഭരിതബോധത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും അന്ന് ചിരിച്ചുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീനിവാസനെ കാണുമ്പോൾ തന്നെ രാഷ്ട്രീയ, ജാതി, മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഭരിതബോധമുണ്ടാകും. ആക്ഷേപഹാസ്യത്തിൻ്റെ ചാട്ടുളി കലർന്ന അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. അങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിലും വ്യത്യസ്തമായ സിനിമാ മേഖലകളിലുമൊക്കെ വിരാജിച്ച ഒരു വലിയ നടൻ്റെ ഇതിഹാസമാണ് ഇവിടെ പെയ്തൊഴിയുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. 69ാമത്തെ വയസ്സിൽ ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിൽ വലിയൊരു അധ്യായത്തിന് അവസാനമാകുന്നു എന്നുകൂടി നമ്മൾ പറയും. എണ്ണം പറഞ്ഞ സന്ദേശം എന്നൊരു രാഷ്ട്രീയ സിനിമയ്ക്ക് തുല്യം വയ്ക്കാൻ മലയാളത്തിൽ മറ്റേതെങ്കിലും ഒരു സിനിമയുണ്ട്? ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സന്ദേശത്തിലെ ഒരു ഡയലോഗെങ്കിലും പറയാതെ നമുക്ക് മാധ്യമക്കാർക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒരുപാട് മലയാളി ചിന്തിപ്പിച്ചു, ഒരുപാട് മലയാളി ചിരിപ്പിച്ചു. ശ്രീനിവാസൻ ചെയ്തു വെച്ച സിനിമകളുടെ പ്രത്യയശാസ്ത്രങ്ങൾ പല ആളുകളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടം കൂടി അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ണൂരിൻ്റെ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റിയപ്പോഴും കണ്ണൂരിൽ സംഭവിക്കുന്ന നിസ്സഹായത ഓളം വെട്ടുന്ന സിനിമകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയ ബോധത്തിൻ്റെ നിഴലാട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നടൻ ശ്രീനിവാസൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം ഏറ്റവും ഇരുത്തം വന്ന ഒരു സുഹൃത്തായിരുന്നു. ആപത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെ ശ്രീനിവാസൻ മറ്റൊരാളായിരുന്നു. ഒരിക്കൽ ഒരു ഇൻകം ടാക്സ് ഓഫീസിലേക്ക് കടന്നു വന്ന ശ്രീനിവാസൻ ഇൻകം ടാക്സ് കമ്മീഷൻ അദ്ദേഹത്തിനെ പരിഹസിക്കുന്നതിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്: ശ്രീനിവാസൻ പൊട്ടിത്തെറിക്കുമെന്നാണ് ഞാൻ കരുതിയത്, അങ്ങൊരു വാക്കുപോലും ശബ്ദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തല അയാളുടെ കക്ഷക്കിഴുത്തിരിക്കുകയല്ലേ, മിണ്ടാൻ പറ്റുമോ എന്ന് ചോദിച്ച ശ്രീനിവാസൻ്റെ ആ മുഖമുണ്ടല്ലോ, നിസ്സഹായത നിഴലിക്കുമ്പോഴൊക്കെ തന്നെ മറ്റൊരാളായി മാറുന്ന ശ്രീനിവാസനിലെ ഫലിതബോധക്കാരൻ ജീവൻ എഴുന്നേറ്റ് വരികയായിരുന്നു ആ ഇൻകം ടാക്സ് ഓഫീസിന്റെ ഇടനാഴികളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.